വീക്ഷണത്തിൽ അങ്ങേയറ്റം ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരർത്ഥത്തിൽ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെ എന്ന് പറയണം. അങ്ങനെയാണ് ഒരു മുഖപ്രസംഗം വന്നിട്ടുള്ളത്. അത് കത്തുന്ന സൂര്യൻ എന്ന് പറയുന്നു, സർഗാത്മകതയുള്ള നേതാവ് എന്ന് പറയുകയാണ്, അതുപോലെ പ്രജ്ഞാശക്തി, അങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അങ്ങേയറ്റം പുകഴ്ത്തുകയും അതിൽ അലോസരം പൂണ്ട CPIM-ന്റെ ഗൂഢാലോചനയാണ് ഈ കേസ് എന്ന് പറയുന്നത്. അതായത് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന് പോലും പറഞ്ഞു വയ്ക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ മുഖപത്രം അധപ്പതിച്ചിരിക്കുകയാണ്. സലിം. അനുജ, കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം കോൺഗ്രസ് നേതാക്കളിലെ തന്നെ പലരും തള്ളിപ്പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശംസ കൊണ്ട് മൂടുകയാണ്. DCCക്ക് തന്നെ പാർട്ടി നിർദ്ദേശം നൽകാൻ പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പരിപാടിയിലും ഒരു വേദിയിലും പങ്കെടുപ്പിക്കരുതെന്ന്. അങ്ങനെ ഒരു നിർദ്ദേശം നൽകേണ്ടി വരുന്ന നിലയിൽ ഒരു നേതാവ് അധപ്പതിക്കുമ്പോഴാണ് ആ നേതാവിന്റെ ജനപ്രീതിയിൽ അസൂയ പൂണ്ട CPIM-കാരാണ് ഈ ആരോപണത്തിന് പിന്നിൽ എന്നൊക്കെ വീക്ഷണം ന്യായീകരിക്കുന്നത്. അത് ആ മുഖപ്രസംഗത്തിലെ ലേഖനം പൂർണ്ണമായും ഒരു രാഹുൽ സ്തുതിയാണ് എന്നുള്ള കാര്യം സംശയമില്ല. മാത്രമല്ല, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ളതാണ് മുഖപത്രത്തിന്റെ പ്രധാന പേര്. CPIM കഴുത്തോളം മാലിന്യത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷമാണ് കോൺഗ്രസിനെതിരെ സദാചാര പ്രസംഗം നടത്തുന്നത്. ഒപ്പം തന്നെ രാഹുലിനെതിരായ ലൈംഗികാരോപണം വ്യാജമാണ് എന്നുകൂടി വീക്ഷണം പറഞ്ഞു വെക്കുന്നുണ്ട്. രാഹുലിനെതിരായ ആരോപണം ശരിയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ജാമ്യാപേക്ഷയിൽ തുറന്ന് സമ്മതിക്കുകയാണ്. അതിനിടയിലാണ് വീക്ഷണത്തിന്റെ എഡിറ്റോറിയലിൽ ഇത്തരത്തിലുള്ള ഒരു ന്യായവാദം എന്നുള്ളതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഇത്തരം പ്രയോഗങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് 1996 സൂര്യനെല്ലി കേസും 2006 2011 ഐസ്ക്രീം പാർലർ കേസുമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വീക്ഷണം പത്രം എഡിറ്റോറിയലിൽ സൂചിപ്പിക്കുന്നത്. ഒപ്പം CPIM മാലിന്യം വമിപ്പിക്കുന്ന വ്യാജകഥകൾ ഉണ്ടാക്കുകയാണ് എന്നും വീക്ഷണം എഡിറ്റോറിയൽ പറയുന്നു. അനുജ, അതാണ് മറ്റ് പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുഗുണത്തെ ചവിട്ടിയരച്ച് കുലമൊടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഹത്യയുടെയും ലക്ഷ്യം എന്ന് പറയുകയാണ്. അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹത്യയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക, ഇതാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത് എന്നതാണ്. VD സതീശനെ പോലെയൊക്കെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വരുമ്പോഴാണ് കോൺഗ്രസിന്റെ മുഖപത്രം ഈ തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങേയറ്റം പ്രശംസിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.